യൂട്യൂബ് ചാനൽ. ബ്രെഡ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ചിക്കൻ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, കുറച്ച് മല്ലിയില, 2 മുട്ട, മൈദപ്പൊടി. ബ്രെഡിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. അരിഞ്ഞിട്ട സവാള നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളകും പൊടി, 1/4 സ്പൂൺ പെരിഞ്ചീരകം, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശം നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 2 മുട്ട ഉടച്ച് ഒഴിക്കുന്നുണ്ട്. ഒരു തരി ഉപ്പ് ചേർക്കാം. കുറച്ച് മൈദപ്പൊടി ഇതിലേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കളറിന് അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഈ അയവാണ് മാവ് വേണ്ടത്. ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മാവ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ തേച്ച് പിടിപ്പിക്കാം. 2 വശവും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ബ്രെഡ് അതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വശം കുക്കാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. സൈഡൊക്കെ ഇങ്ങനെ വേവിക്കാം. ഇപ്പോൾ 2 വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്യാം. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.